പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ വരുന്ന വാർത്ത നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ആലപ്പുഴയിൽ പക്ഷിപ്പനിയെ തുടർന്ന് ഹോട്ടലുകളിൽ കോഴി, താറാവ് മാംസം വിൽക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. FSSAIയുടേതാണ് ഈ നടപടി. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ അധികൃതർ ഇറക്കിവിട്ടതായും പരാതിയുണ്ട്. ഈ മാസം 30 മുതൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഹോട്ടൽ ഉടമകൾ. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമലെ, എങ്ങനെയാണ് നടപടികൾ? ഏതായാലും ഈ FSSAIയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി, ഒരു ഹോട്ടലിന് മുമ്പിലെത്തി അവരോട് ഈ അടുത്ത ദിവസങ്ങളിലടക്കം ഇവിടെ കോഴി വിഭവങ്ങൾ, അതായത് കോഴിയിറച്ചിയും കോഴിമുട്ടയും അടക്കമുള്ള ഭക്ഷണ വിഭവങ്ങൾ വിതരണം ചെയ്യരുത് എന്നൊരു നിർദ്ദേശം നൽകിയാണ് ഉണ്ടായത്. ഏതായാലും യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും കൂടാതെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ ഒരു സ്ഥാപനങ്ങളിലെത്തി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അതിൽ ഇവിടെ ഹോട്ടൽ വ്യവസായി അസോസിയേഷനിലുള്ള ഭാരവാഹികൾക്കടക്കം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ തുടർന്ന് ഈ മാസം 30 മുതൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുവാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അതിന്റെ ഭാരവാഹികൾ. ഇതിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, താറാവുകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 10 കിലോമീറ്റർ ഭാഗത്ത് വളരെയധികം മുൻകരുതൽ നടപടികളെല്ലാം അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് യാതൊരു തരത്തിലുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പും കൂടാതെ ഇത്തരത്തിലുള്ള ഒരു നടപടി കൂടി ഉണ്ടാകുന്നത്. ഏതായാലും ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇത്തരത്തിൽ ടൂറിസത്തിനെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. തീർച്ചയായിട്ടും എല്ലാ വർഷവും സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം, ജനുവരി മാസത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വളരെ മോശമായിട്ട് പോയിട്ടിരിക്കും. കച്ചവടം വളരെ കുറവായിരുന്നു. ആ സമയത്താണ് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ ഇച്ചിരി വർക്ക് കയറി വരുന്നത്. കാരണം ടൂറിസ്റ്റുകൾ വരുന്നു, ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നു, വിലക്കൽ ചെറുപ്പ് നടക്കുന്നു. അതുമായി ബന്ധമായിട്ട് ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ. താറാവുകളിലാണ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. കോഴികളിലേക്ക് അത് ഇതുവരെയും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് കോഴിയിറച്ചിയിലും കോഴിമുട്ടയ്ക്കും ഒരു നിരോധനം ഏർപ്പെടുന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതെ, താറാവുകൾക്ക് മാത്രമേ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ട്. അത് മാത്രമല്ല, ചിക്കനൊക്കെ വിഭവങ്ങളൊക്കെ വരുന്നത് തന്നെ തമിഴ്നാട് മുതലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് നിരോധിക്കുക. അതുമാത്രമല്ല, നമ്മളുടെ ഫ്രോസൺ ചിക്കൻ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഫ്രോസൺ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗുണ പോലെയുള്ള ചിക്കനുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വന്ന പ്രിസർവ്. ഈ പ്രതിഷേധ നടപടികൾ എങ്ങനെയായിരിക്കും? തീർച്ചയായും 30-ാം തീയതി മുതൽ കടകൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട്. കാരണം ചിക്കൻ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചിക്കനിലാണ്. നാളെ നമ്മൾ കളക്ടറേറ്റിലൊരു ഇത് കൊടുക്കും. അതിനുശേഷം നമ്മൾ 30-ാം തീയതി മുതൽ, നാളെ അത് അവർ ഇത് പറയുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 30-ാം തീയതി മുതൽ നമ്മൾ. ഏതായാലും ന്യൂ ഇയർ ഒക്കെ അടുത്ത് നിൽക്കുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം അടക്കം വലിയ സാധ്യതകളും വലിയ രീതിയിലുള്ള ഉപജീവന മാർഗമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നാളെ കളക്ടറുമായിട്ട് ഇവരുടെ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം പ്രതിഷേധ നടപടിയിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഹോട്ടൽ ഉടമകളെയും ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇരുട്ടടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അമൽ, ശരി. അമലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.